എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ദോശേൻ്റെ കൂടെയും അതുപോലെ ഇഡലീൻ്റെ കൂടെയൊക്കെ ചമ്മന്തി കഴിക്കും, അതുപോലെ സാമ്പാറൊക്കെ കഴിക്കും. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അതായത് ടൊമാറ്റോ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടൊമാറ്റോ ചട്നി. അടിപൊളി റെസിപ്പിയാണ്. ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അതുപോലെ ഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയുള്ളി, 2 പിന്നെ ഉണക്കമുളക്, പിന്നെ കുറച്ച് ഏതെങ്കിലും പരിപ്പ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പരിപ്പ് എടുത്തോളൂ കേട്ടോ. ഞാനിവിടെ സാമ്പാർ പരിപ്പ് 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണ് പിന്നെ ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളതൊന്ന് പിന്നെ തയ്യാറാക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ചട്നിയാണ്, ടൊമാറ്റോ ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എമൗണ്ട് കൂടുതൽ ചട്നി വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടൊമാറ്റോ ഒക്കെ കൂടുതൽ എടുക്കുക കേട്ടോ. പിന്നെ ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. ഇത് നമ്മൾ അരിയുന്നത് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ പാകത്തിന് ഒന്ന് പിന്നെ ചെറുതാക്കി അരിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് സവോളയും പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ ഒരു 2 ടീസ്പൂൺ അളവ് വെളിച്ചെണ്ണ, 1.5 ടീസ്പൂൺ അളവ് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പരിപ്പും കറി വെക്കുന്ന സാമ്പാർ പരിപ്പും 1/4 ടീസ്പൂൺ ഉഴുന്നുമാണ്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി ഈ ഒരു സവോളയിൽ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് പോട്ടെ. അപ്പോഴത്തേക്കും നമ്മളതിൽ എരിവിന് ആവശ്യത്തിനുള്ള പിന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് സവോളയൊന്ന് നല്ല സോഫ്റ്റായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് തക്കാളി കട്ട് ചെയ്ത്, ഇത് ചെറിയ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 2 തക്കാളി കട്ട് ചെയ്തതും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അടിപൊളി ചട്നിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഒരിക്കലെങ്കിലും എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ല. നമ്മളൊരു സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ അതുപോലെ എപ്പോഴും നമ്മൾ ഇഡലി ദോശയൊക്കെ വെക്കുമ്പോൾ സാമ്പാറും പിന്നെ തേങ്ങയരച്ച ചമ്മന്തിയൊക്കെ ആയിരിക്കും അധികം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇത് വളരെ പെട്ടെന്ന് അത്ര ഗംഭീരമായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ദോശൻ്റെയും പിന്നെ ഇഡലീൻ്റെ ഒക്കെ കൂടെ. അതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു വളരെ പിഞ്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. എനിക്കൊരു നല്ലൊരു റെഡിഷ് കളറാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ എണ്ണയൊക്കെ തെളിഞ്ഞ് തക്കാളി നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് അതൊരു പാത്രത്തിലേക്കൊന്ന് തണുപ്പിക്കാനിട്ട് കൊടുത്തു. തണുത്തതിന് ശേഷം ഒരു മിക്സീൻ്റെ കൊച്ചു ജാറിലേക്ക് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ തക്കാളി ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു പാത്രത്തിലേക്ക് പരത്തി വയ്ക്കുക, പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. എന്നതിന് ശേഷം വെള്ളമൊന്നും ചേർക്കരുത്, ഇതുപോലെ ഒന്ന് അരച്ചിട്ട് വരിക. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് വേണം. ഇനി ഇത് ചൂടാക്കൊന്നും വേണ്ട ആ ചട്നി കേട്ടോ. താളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പിന്നെ ഉണക്കമുളകുണ്ടല്ലോ, ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പില, വളരെ കുറച്ച് പിന്നെ ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയുള്ളി, ഒരു 2-3 അല്ലി കറിവേപ്പിലയും, ഒരു 3 പീസ് റെഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കടുക് വറുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൂട്ടും കൂടി നമ്മൾ തക്കാളി ചമ്മന്തിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചട്നിയിലേക്ക് അതിഗംഭീര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചമ്മന്തി നമ്മൾ പിന്നെ ഇഡലീൻ്റെ കൂടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മൾ അറിയിക്കണം. നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.